ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബുട്ടിക്കാക്കി എന്ന ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഷസ്തി എന്ന ഒരു വിധ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ബുട്ടിക്കാക്കി എന്ന ചാപ്റ്ററിൽ നിന്നാണ്. എന്താണ് ഷസ്തി എന്ന് നമ്മളോട് ചോദിച്ചാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലർബ് കിസി പുസ്തക്. ഈ ഷസ്തി എന്നതിന് മറ്റൊരു പേരും കൂടി പറയും, അതാണ് ബ്ലർബ് അല്ലെങ്കിൽ ഷസ്തി എന്ന് പറഞ്ഞാൽ കിസി പുസ്തക്, സിനിമ യാ അന്യ സൃജനകാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റെന്തെങ്കിലും ഒരു സൃഷ്ടി, ഒരു കഥയോ ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഇതിനെയൊക്കെ കുറിച്ച് പ്രചാർ കേലിയേ, ഇതിൻ്റെയൊക്കെ പ്രചരണത്തിനായിട്ട് ലിഖേ ജാനേ വാലെ പ്രേരക് സാരാംശ് ഹേ, അതിനുവേണ്ടി എഴുതപ്പെടുന്ന ഒരു ചെറു രൂപമാണ്, ആ കഥയുടെ ഒരു സാരാംശമാണ്, അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഒരു സാരാംശമാക്കിയിട്ട് എഴുതിയിരിക്കുന്ന അതിനെയാണ്, ആ ഒരു സൃഷ്ടിയെയാണ് നമ്മൾ ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബ്ലർബിൽ നമ്മൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ച് പറയും. അതുകൂടാതെ ഒരു സിനിമയാണെങ്കിൽ അതിലെ നായകന്മാരെ കുറിച്ച് പറയും, അതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഇനി കഹാനിയാണെങ്കിൽ അതിലുള്ള പ്രധാന മർമ്മം എന്താണ്, ആ കഥ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ കഥ നൽകുന്ന സന്ദേശം എന്ത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് പറയും. ഇപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ പല സിനിമയുടെയും പ്രൊമോഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും വളരെ ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അന്ന് പണ്ടൊക്കെ ഒരു ബുക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ബുക്കിനെ കുറിച്ച് എന്താണ് അത് എന്ന് മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു രൂപം നൽകണ്ടേ അല്ലേ? അപ്പോൾ ഈ ബുക്ക് എന്താണ് എന്ന് ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ബുക്ക് എന്ത് ചെയ്യും, അവരെടുക്കണോ വേണ്ടയോ എന്നൊക്കെ അവർ തീരുമാനിക്കും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടും. ഇനി ലിഖേ ഫിലിം കെ മുഖ്യ പാത്ര കോൺ കോൺ ഹേ, ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നമ്മുടെ ബുട്ടിക്കാക്കിയിലെ ബുട്ടിക്കാക്കി, ബുദ്ധിറാം ഓർ രൂപ. ഇനി ഇത് കൂടാതെ ഇതിലൊരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, ലാഡ്ലി എന്ന് വിളിക്കുന്ന അവർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലടുക്കി. അപ്പോൾ ഈ 4 കഥാപാത്രമാണ് നമ്മുടെ ബുട്ടിക്കാക്കി എന്ന കഹാനിയിലെ അല്ലെങ്കിൽ ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇനി ഇതിൽ മറ്റൊരു ചോദ്യം, ഫിലിം ദേക്കെ മുഖ്യ ഘടനാവോക്കോ സൂചിബദ്ധ കരെ, സിനിമ കണ്ടിട്ട് പ്രധാന സംഭവങ്ങളെ ഓർഡർ ആക്കിയിട്ട് എഴുതുവാനാണ്. എന്താണ്? ജവാൻ ബേട്ടേക്ക അകാല മൃത്യു, ബുട്ടിക്കാക്കിയുടെ ജവാൻ ബേട്ട അല്ലെ, ചെറുപ്പത്തിൽ തന്നെ തൻ്റെ മകൻ യുവാവായിരിക്കെ മരണപ്പെടുന്നു. കാക്കി ബുദ്ധിറാം കെ സാത്ത് രഹന ശുരു ഹുയി, കാക്കി ബുദ്ധിറാം എന്ന തൻ്റെ മരുമകനോടൊപ്പം ഭതീജെ കെ സാത്ത് രഹത്തെ ഹെ. അപ്പിനെ സാരെ സമ്പത്തി ബദീച്ചയ്ക്ക് നാമേ കർത്തേ ഹേ, തൻ്റെ സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലേക്ക്? തൻ്റെ മരുമകൻ്റെ പേരിലേക്ക് മാറ്റുന്നു. കാക്കിക്കോ അപമാൻ ഓർ തിരസ്കാർ കർത്തേ ഹേ, കാക്കിയെ അപമാനിക്കുവാനും തിരസ്കരിക്കുവാനും, തിരസ്കാർ എന്ന് പറഞ്ഞാൽ ധിക്കരിക്കുവാനും തുടങ്ങുന്നു. സ്വത്തൊക്കെ കിട്ടിയതിന് ശേഷം അപമാനിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നു. കാക്കിക്കോ ഭർപേഡ് ഭോജൻ ഭി നഹി ദേത്തേ, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അങ്ങോട്ട് കാക്കിക്ക് വയറ് നിറയെ നല്ല ഭക്ഷണം പോലും നൽകുന്നില്ല. ഇനി ഈ ഫിലിമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബത്തായി യേ ഫിലിം കിസ് സമസ്യക്ക് ഓർ സങ്കേത് കർത്തി ഹേ, ഏത് സാമൂഹിക പ്രശ്നത്തെയാണ് ഈ സിനിമ കാണിക്കുന്നത്? എന്താണ്? യേ ഫിലിം ബുഢാപ്പേക്ക് സമസ്യ, ബുഢാപ്പേ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർദ്ധക്യത്തിൻ്റെ സമസ്യ, പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. വൃദ്ധജനോക്കി ജായദാദ് സമ്പത്തി, വൃദ്ധജനങ്ങളുടെ ജായദാദ് സ്വത്തും സമ്പത്തും. ലേനേക്കെ ബാദ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കിയതിന് ശേഷം ഉൻകി ഉപേക്ഷ കർണേ വാലെ സാമാജിക യഥാർത്ഥ കി ഓർ സങ്കേത് കർത്തി ഹേ, ഇങ്ങനെ വൃദ്ധരോട് കാണിക്കുന്ന സമ്പത്തൊക്കെ നേടിയിട്ട് അവരെ ഉപേക്ഷിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? മുതിർന്നവരെ ഉപേക്ഷ കർണേവാലെ, അവരെ ഉപേക്ഷിക്കുന്ന സാമാജിക യാഥാർത്ഥ്യം, നമ്മുടെ സമൂഹത്തിലെ സാമാജിക യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഈ കഹാനി പറയുന്നത്.
ഇനി നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ അല്ലെ, വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ വൃദ്ധ जनों का दायित्व ഹർ ഇൻസാൻ കോ ഹേ, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലേ. ഇനി ഒന്നുമില്ലെങ്കിൽ വൃദ്ധജനോക്ക സംരക്ഷൺ കരെ, എന്തെങ്കിലും ഒരു സന്ദേശം വൃദ്ധരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അതിനെക്കുറിച്ചൊരു സന്ദേശം നൽകുന്ന ഒരു പോസ്റ്ററും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ലൈവിൽ കാണാം, വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.